ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒത്തിരി പേര് നിരന്തരം ചോദിക്കുന്നത്, ചേച്ചി എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി, ഇനി എനിക്ക് എത്ര ഏണിങ്സ് എല്ലാ മാസവും ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ്. അതുപോലെ എനിക്ക് 2025 എത്ര ഏണിങ്സ് ആണ് ലഭിച്ചതെന്നും അതുപോലെ തന്നെയാണ് ഒത്തിരി പേര് ചോദിക്കുന്നത്, എനിക്ക് 1000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയി, അപ്പോൾ ഇനി എനിക്ക് ഇത്രയും ഏണിങ്സ് എല്ലാ മാസവും കിട്ടുമോ? ഒരു നിശ്ചിത ഏണിങ്സ് വെച്ചിട്ട് എനിക്ക് എല്ലാ മാസവും കിട്ടുമോ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയില്ലേ എന്നാണ്. അല്ലെങ്കിൽ പിന്നെ ചേച്ചിക്ക് 60,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, അപ്പോൾ എല്ലാ മാസവും ഒരു കറക്റ്റ് ഏണിങ്സ് ചേച്ചിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒത്തിരി ഡൗട്ടാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം 2025 എത്ര ഏണിങ്സ് ആണ് എനിക്ക് ലഭിച്ചതെന്നും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് കൊണ്ട് നമ്മുടെ ഏണിങ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്ര അധികം നമുക്ക് വർദ്ധിക്കുന്നു അതും ഏണിങ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. യൂട്യൂബ് നമുക്ക് പൈസ തരുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ബേസിൽ അല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചാനലിന്റെ ഇംപ്രഷൻ കൂടുന്നതാണ്. അല്ലാതെ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് വർദ്ധിക്കുന്നു അതൊന്നും നമ്മുടെ ഏണിങ്സുമായിട്ട് ബന്ധമില്ല. നമ്മുടെ ഏണിങ്സ് നമുക്ക് കിട്ടുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനും ഷോർട്സിനും ഒക്കെ ഉള്ള വ്യൂസിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് എത്ര വ്യൂസ് കിട്ടുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഏണിങ്സ് മാത്രമാണ് നമുക്ക് യൂട്യൂബിൽ നിന്നും ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് കിട്ടുന്ന വ്യൂസിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത് എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ ഒരു ഷോർട്ട് ക്രിയേറ്റർ ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അതിൽ നമുക്ക് 2 തരത്തിലുള്ള വ്യൂസ് ആണ് ലഭിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് റിയൽ ടൈം വ്യൂസും, രണ്ടാമത്തേത് എൻഗേജ്മെന്റ് വ്യൂസും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ തന്നെ കാണിക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ഷോർട്ടിന് 16 ലക്ഷത്തിൽ പരം വ്യൂസ് ആണ് ലഭിച്ചത്. പക്ഷെ ഇതിന്റെ റിയൽ ടൈം നോക്കിക്കഴിയുമ്പോൾ എനിക്ക് 16 ലക്ഷം വ്യൂസ് ലഭിച്ചു. അതിന്റെ എൻഗേജ്മെന്റ് വ്യൂസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതിന്റെ എൻഗേജ്മെന്റ് വ്യൂസ് എന്ന് പറയുന്നത് എനിക്ക് വെറും 10 ലക്ഷത്തിൽ താഴെയാണ് ലഭിച്ചത്. അപ്പോൾ ഈ എൻഗേജ്മെന്റ് വ്യൂസിന് നമുക്ക് എത്ര വ്യൂസ് ആണോ ലഭിച്ചത് അതിന് ഉള്ള ഏണിങ്സ് മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചാനലിൽ 5000 സബ്സ്ക്രൈബേഴ്സും ആ ക്രൈറ്റീരിയയും കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഫിലിയേറ്റ് പ്രോഡക്റ്റ് ടാഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ ഷോർട്സിൽ നിന്നും വരുമാനം ലഭിക്കുന്നതും ഈ അഫിലിയേറ്റ് പ്രോഡക്റ്റിൽ നിന്നുമാണ്. അപ്പോൾ ഷോർട്ട് വീഡിയോകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എൻഗേജ്മെന്റ് വ്യൂസിന്റെ ഏണിങ്സ് ആണ്, അല്ലാതെ നമ്മൾക്ക് കിട്ടുന്ന റിയൽ ടൈം വ്യൂസിന്റെ ഏണിങ്സ് അല്ല. ഇനി ലോങ് വീഡിയോയുടെ കാര്യം പറയാം. ലോങ് വീഡിയോ നിങ്ങൾ എത്ര ലെങ്ത് കൂടിയ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് എത്ര വ്യൂസ് ലഭിച്ചോ അതിനുള്ള ഏണിങ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ടൈം നമ്മുടെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക, അതായത് കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം വ്യൂസ് ലഭിക്കുകയാണ് എങ്കിൽ ഇതിനിടയ്ക്ക് നമുക്ക് 2-3 പരസ്യം വരും. അതിനുള്ള ഏണിങ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഷോർട്ട് വീഡിയോകളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും നമുക്ക് ഷോർട്ട് വീഡിയോയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഏണിങ്സ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് പലരും അവരുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നത് അവരുടെ ചാനലിൽ ലൈവ് സ്ട്രീമുകൾ ചെയ്തിട്ടാണ്. ലൈവ് സ്ട്രീമുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ആകും എന്നതിനപ്പുറം നമുക്ക് വലിയ ഏണിങ്സ് ഒന്നും അതിൽ നിന്നും ലഭിക്കില്ല. കാരണം നമുക്ക് ലൈവ് സ്ട്രീമിൽ നിന്നും കിട്ടുന്ന വ്യൂസിന്റെ വളരെ തുച്ഛമായിട്ടുള്ള ഏണിങ്സ് ആണ് നമുക്ക് ലൈവ് സ്ട്രീമിൽ നിന്നും യൂട്യൂബ് തരുന്നത്. അതുകൊണ്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ ചാനൽ ലൈവ് സ്ട്രീമുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ചാനൽ റീച്ചാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ലൈവ് സ്ട്രീമുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ചാറ്റിൽ നിന്നോ മെമ്പർഷിപ്പിൽ നിന്നോ ഉള്ള ഏണിങ്സ് ഒക്കെയാണ് കൂടുതലായിട്ട് ലഭിക്കുന്നത്. അല്ലാതെ നമ്മുടെ ചാനലിൽ ഷോർട്സിൽ നിന്നും ലോങ് വീഡിയോസിൽ നിന്നും ഒക്കെ നമുക്ക് ഏണിങ്സ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ കറക്റ്റായിട്ട് ഷോർട്ട് വീഡിയോസും അതുപോലെ ലോങ് വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്ത്
ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള ഏണിങ്സ് ജനറേറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ റീച്ചിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് എനിക്ക് 2025 എത്രയാണ് യൂട്യൂബിൽ നിന്നും ലഭിച്ച ഏണിങ്സ് എന്ന് പറയാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാം. 2026 നിങ്ങൾ ചാനൽ തുടങ്ങി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക. ആ കാറ്റഗറിയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ചാനലിൽ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ മാസവും യൂട്യൂബിൽ നിന്ന് ഒരു ഏണിങ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും കൂടെ ലൈവ് സ്ട്രീമിനോടൊപ്പം ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ മാസവും യൂട്യൂബിൽ നിന്ന് ഒരു ഏണിങ്സ് നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കാൻ പാടുള്ളൂ. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ മാസവും യൂട്യൂബിൽ നിന്ന് ഒരു ഏണിങ്സ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത് എനിക്ക് 2025 എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം എത്രയാണ് എനിക്ക് ഏണിങ്സ് ലഭിച്ചതെന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടത്താനായിട്ട് ഒരുപാടൊന്നുമല്ല എങ്കിലും നമുക്കൊരു മിനിമം പേയ്മെന്റ് എന്ന് പറയുന്നത് $100 ആണ്. അപ്പോൾ എല്ലാ മാസവും, അതായത് 2025 ശേഷം എനിക്ക് 1-2 മാസങ്ങൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ മാസവും $100 കൂടുതൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ചാനലിൽ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക. ആ കാറ്റഗറിയിൽ നിന്നുകൊണ്ട് എല്ലാ ദിവസവും 1-2 ഷോർട്സും അതുപോലെ എല്ലാ ആഴ്ചയിലും 1-2 ലോങ് വീഡിയോസ് എങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനൽ പതിയെ റീച്ചായി നിങ്ങൾക്കും എല്ലാ മാസവും യൂട്യൂബിൽ നിന്നും ഒരു നിശ്ചിത ഏണിങ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മോണിറ്റൈസേഷൻ ആകാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ചാനലിൽ തുടർച്ചയായിട്ട് നിങ്ങൾ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഞാൻ എൻ്റെ ചാനൽ എന്തൊക്കെയാണോ ചെയ്തത് ആ കാര്യങ്ങളെല്ലാം പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തത് അത് തന്നെയാണ് നിങ്ങളോടും ഞാൻ ചെയ്യാനായിട്ട് പറയുന്നതും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ പതിയെ റീച്ചാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് യൂട്യൂബിൽ നിന്നും ഒരു ഏണിങ്സ് ഉണ്ടാക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരെല്ലാവരും അത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയായിരിക്കും തുടങ്ങുന്നത്. ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്തിൻ്റെ ബേസിലാണ് നമുക്ക് യൂട്യൂബിൽ നിന്നും ഏണിങ്സ് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് മോണിറ്റൈസേഷൻ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല, ആഡ്സെൻസിൽ എന്തെങ്കിലും എറർ വന്നു, അപ്പീൽ വീഡിയോ റെഡിയാക്കാൻ അറിയില്ല, അങ്ങനെ എന്ത് തന്നെ പ്രോബ്ലം ഉണ്ടെങ്കിലും എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.